once again, എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു പി കെ ലേണിംഗ്സ് ആൻഡ് വെൽക്കം ടു ദ ന്യൂ ചാപ്റ്റർ. നിങ്ങളുടെ പുതിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് ആണ് നമ്മൾ ഇന്ന് മൊഡ്യൂൾ 1 ആണെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് ഷാജിൻ. ഞാനൊരു അധ്യാപകനാണ്. ബേസിക്കലി ഒരു 10 years എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപകനാണ്. അപ്പോൾ ഈ ഒരു സ്ലൈഡ് ആഡ് ചെയ്തതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തിനാണ് ഈ ഒരു പെർട്ടിക്കുലർ, നമ്മൾ ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, അത് സയൻസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, നമ്മൾ എന്തിനാണ് ഒരു പെർട്ടിക്കുലർ സബ്ജക്ട്സ് പഠിക്കുന്നത്, എന്താണ് അതിന്റെ പർപ്പസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെ? അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ എന്തിനാണ് നമ്മുടെ PSC ഓഫീസേഴ്സ് അല്ലെങ്കിൽ അത് കൺസേൺഡ് സിലബസ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ എന്തിനാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ പ്രിൻസിപ്പിൾസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പർ ആഡ് ചെയ്തത് എന്നൊരു സംശയം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം, അല്ലെ? ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ള നിലയ്ക്ക് എന്തായിരിക്കും നിങ്ങൾ അവിടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടി ദ വെരി നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം എന്താ ചെയ്യാൻ പോവാന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, നിങ്ങൾക്ക് കുറച്ച് ഡ്രാഫ്റ്റിംഗ് ഒഫീഷ്യൽ കറസ്പോണ്ടൻസ്, അതായത് ലെറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും, റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും, അല്ലെ? ഇന്റേണലും എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ, അതായത് അതിന്റെ അകത്തുള്ള ഓഫീസേഴ്സ് തമ്മിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഒഫീഷ്യൽ മാറ്റേഴ്സ്. അതുപോലെ നമ്മുടെ എനിവേ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് നമ്മൾ നമ്മുടെ സൊസൈറ്റീനെ സെർവ് ചെയ്യുന്ന ഒരു റോളാണ്, അല്ലെ? അപ്പൊ നമ്മുടെ ജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ എൻക്വയറീസ്, അവരുടെ പരാതികൾ, അവരുടെ ആവശ്യങ്ങൾ, ഇതെല്ലാം നമുക്ക് പരസ്പരം അല്ലെങ്കിൽ ഒരു ആശയവിനിമയം നടത്തേണ്ടതായിട്ട് അത്യാവശ്യമാണ്. രണ്ടാമത്തെ ഒന്നാണ് ഡോക്യുമെന്റ്സ് ആൻഡ് ഫയൽ മാനേജ്മെന്റ്. നിങ്ങൾക്കറിയാലോ, എത്ര തന്നെ നമ്മളിപ്പോൾ ഡിജിറ്റൽ ആണ്, ഡിജിറ്റലൈസ്ഡ് എക്കണോമി ആണ്, ഈ ഡിജിറ്റൽ ഇന്ത്യ ആണ് എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴും നമ്മളെല്ലാവരും പെൻ ആൻഡ് പേപ്പർ മോഡ് ഓഫ് സ്റ്റൈലിലാണ് ഇപ്പോഴും നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ സംവിധാനങ്ങളുള്ളത്. അപ്പോൾ ഒരുപാട് റെക്കോർഡ്സും ഫയൽസും ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും, അത് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ നിങ്ങളുടെ ഒരു ഡ്യൂട്ടിയുടെ ഒരു ഭാഗമാണ്. മൂന്നാമത്തതാണ് നമ്മൾക്ക് വേണ്ട അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ സീനിയർ ഓഫീസേഴ്സുമായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോളിസീസ് ഒക്കെ, അതായത് പോളിസി അല്ലെങ്കിൽ നിയമങ്ങളായിക്കോട്ടെ, ചില എന്താ പറയാ നോട്ടീസുകളായിക്കോട്ടെ, ഇതിനെല്ലാം ചുക്കാൻ പിടിക്കാൻ നിങ്ങളും അവരോടൊപ്പം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, അല്ലെ? അപ്പോ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഒരു ഭരണ സംവിധാനം. സോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഭരണ സംവിധാനം, എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന വ്യക്തികളോടൊപ്പം കൂടെ നിന്ന് നമുക്ക് വളരെ ഭംഗിയായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് പ്രധാന കാരണം നമ്മളുടെ അഡ്മിനിസ്ട്രേഷൻ 10 മാർക്കിന് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടുത്തിയതിന്റെ പ്രധാന ലക്ഷ്യം ഇതാണ്. കാര്യം നിങ്ങളുടെ ജോലിയിൽ ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെയുള്ളത് ഡേറ്റ എൻട്രി, ഓഫീസ് മാനേജ്മെന്റ് ഒക്കെയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു സംഭവം തന്നെ ആയിരിക്കും. ഇനി അടുത്ത എന്തുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നു എന്നുള്ളത്, നിങ്ങളുടെ പ്രൊമോഷനും കരിയർ പ്രോഗ്രഷനും എന്താണ് എന്നറിയേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഒരു അസിസ്റ്റന്റ് ആയിട്ട് കയറുന്ന വ്യക്തി, അദ്ദേഹം സഞ്ചരിക്കുന്ന പ്രൊമോഷൻ പൊസിഷൻസ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ഗ്രേഡ് ആണ് ദേ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യം നിങ്ങൾ അസിസ്റ്റന്റ് ആയിട്ട് കയറുന്നു, പിന്നെ നിങ്ങൾ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആകുന്നു, അസിസ്റ്റന്റ് സെക്ഷണൽ ഓഫീസർ ആകുന്നു, സെക്ഷണൽ ഓഫീസർ, അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി ആൻഡ് സ്പെഷ്യൽ സെക്രട്ടറി. ഇതാണ് നിങ്ങളുടെ ഒരു ലൈഫ് ജേർണി. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങളൊരു കരിയർ ലാഡർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇതിൽ ഗ്രൂപ്പ് C പൊസിഷൻസ് ആണ് നമ്മുടെ ആദ്യത്തെ 3 പിന്നെ ഉള്ളത് ഗ്രൂപ്പ് B ആണ്, അത് നമ്മുടെ ഗസറ്റഡ് റാങ്ക് പൊസിഷൻസ് ആണ്. അപ്പൊ ഈ പൊസിഷൻസിലോട്ടൊക്കെ വരുമ്പോൾ നിങ്ങളും ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു മാനേജറായി ഓട്ടോമാറ്റിക്കലി നമ്മുടെ സർക്കാർ സംവിധാനത്തിലായിട്ട് മാറുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇത്രയും നമുക്ക് ഒരു ആമുഖമായിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്താണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി എല്ലാവരും നമ്മുടെ സിലബസ് എക്സ്പ്ലനേഷൻ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ സിലബസിലെ 2 മോഡ്യൂൾസ് ആണുള്ളത്. ഫസ്റ്റ് മോഡ്യൂൾ ആണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൽ
നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് അഡ്മിനിസ്ട്രേഷൻ, ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് എന്നുള്ള ഏരിയയാണ്. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് വഴിയെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോ hope all are ready to start our presentations. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, ഗിസ, പിരമിഡ്സ്, ഫൈൻ, ഗ്രേറ്റ്. നല്ല റെസ്പോൺസീവ് ആണ് കേട്ടോ നിങ്ങൾ. ഐ എം സോ ഹാപ്പി. സോ പിരമിഡ് എപ്പോ, അതായത് ഏകദേശം 35 സെഞ്ചുറീസിന് മുന്നേ കൺസ്ട്രക്ട് ചെയ്തതാണ് ഈ പറയുന്ന ഗ്രേറ്റ് പിരമിഡ്സ് ഓഫ് ഗിസ എന്ന് പറയുന്നത്, അല്ലെ? ഈ ഒരു പിക്ചർ, ഈ ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ ഈജിപ്തിന്റെ തന്നെ അവരുടെ ഒരു ടൂറിസം സൈറ്റിൽ നിന്ന് ഞാൻ എടുത്തതാണ് ഈ ഒരു പിക്ചർ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നൽ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ്, ഇതൊക്കെ പുതിയ സംഭവങ്ങളാണ്, അല്ലെ? പുതിയതായിട്ട് രൂപപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന എലൺ മസ്കും ജെഫ് ബെസോസും ഒക്കെ വന്നപ്പോ ഉണ്ടായ സംഭവമാണ് എന്നൊക്കെയാ, അല്ലെ? പക്ഷെ ഇതൊന്നും അല്ല. ഏകദേശം സൗണ്ട് കുറവാണോ എന്നൊരു കമന്റ് കണ്ടു. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? ഞാൻ എന്റെ മൈക്ക്, എന്റെ ഫൈൻ. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ശരി ശരി, ഓക്കെ. ഈ ഗ്രേറ്റ് പിരമിഡ്സ് ഓഫ് ഗിസ ഏകദേശം 35 സെഞ്ചുറി എഗോ, ഒന്ന് ആലോചിച്ച് നോക്കണേ. നമുക്ക് ഇമാജിൻ ചെയ്ത് പോലും ചെയ്യാൻ പറ്റാത്ത 35 സെഞ്ചുറീസ് എഗോ കൺസ്ട്രക്ട് ചെയ്ത ഒരു വൺ ഓഫ് ദ വേൾഡ് വണ്ടേഴ്സ് ആണ് ഈ പറയുന്ന ഗ്രേറ്റ് പിരമിഡ്സ് ഓഫ് ഗിസ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ഇതെങ്ങനെ ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും? ഒരു 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 പ്രത്യേക നിയമങ്ങളില്ലാണ്ട് ചുമ്മാ കുറെ ആൾക്കാരെ വിളിച്ചിട്ട് നമ്മള് ഒരു പറമ്പ് കിളയ്ക്കുന്ന പോലെയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇവർ നിർമ്മിച്ചിട്ടുണ്ടാവുക? ഒരിക്കലും അല്ല, അല്ലെ? സോ നമുക്കൊന്ന് നോക്കിയാലോ. മൂവിങ്, യെസ് 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 യെസ്. ഈ ഒരു പിക്ചർ ആരും കാണാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതും ഈജിപ്ഷ്യന്റെ തന്നെ വെബ്സൈറ്റിൽ നിന്നെടുത്ത ഒരു പിക്ചറാണ്. പിരമിഡിന്റെ ഉള്ളിലുള്ള ഒരു കൺസ്ട്രക്ഷൻസ് ആണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് കാണാം പല പല ചാമ്പേഴ്സ് വെച്ചിട്ടുണ്ട്, അല്ലെ? പല പല ചേംബേഴ്സ് ഉണ്ട്. കിങ്സ്, അതായത് രാജാവ് മരിച്ചു കഴിഞ്ഞാൽ രാജാവിനെ എവിടെയാണ്, അതായത് ഒരു പിരമിഡിന്റെ എപ്പോഴും പിരമിഡിന്റെ സെന്റർ പോർഷനിലായിട്ടായിരിക്കും രാജാവിന്റെ ടോംബിന്റെ പൊസിഷൻ. നമ്മൾ മമ്മി എന്നൊക്കെ പറയും, അല്ലെ? മമ്മിഫൈ ചെയ്ത് വെക്കുന്നത് ഈ സെന്ററിലാണ്. ഇതുപോലെ കിങ്, ക്വീന്, സബ്റ്ററേനിയൻ ചാമ്പർ, ഇതൊക്കെ ഓരോ ഗ്രേഡ് അനുസരിച്ച് ആ വ്യക്തിയുടെ പദവി അനുസരിച്ച് അല്ലെങ്കിൽ മൂല്യം അനുസരിച്ചായിരിക്കും ഇവരുടെ ടോംബിന്റെ പൊസിഷൻസ് എന്ന് പറയുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തേ, നമ്മൾ ആ പിരമിഡിന്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാല് ഒരു അതില് നമ്മളൊരു ചുടുകട്ട എന്ന് പറയുന്ന പോലെ പിരമിഡിന്റെ ഒരു സ്റ്റോണ് നമ്മളെക്കാളും വലിപ്പമുണ്ട്, അല്ലെ? നമ്മളെക്കാളും വലിപ്പമുണ്ട് ഒരു സ്റ്റോണിന്. അപ്പോൾ ഇത്രയും സ്റ്റോണ് അന്ന്, അതായത് 3500 വർഷങ്ങൾക്ക് മുമ്പ്, 35 സെഞ്ചുറീസ് മുമ്പ് എങ്ങനെ ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും? ഇതിനൊരു പ്രത്യേക നിയമം ഉണ്ടല്ലേ? ഒരു പോളിസി ഉണ്ടാവത്തില്ലേ? അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചില്ലേ? ഈ ആൾക്കാർ എങ്ങനെയായിരിക്കും ഈ പറയുന്ന രാജാക്കന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ ചെറിയ ചെറിയ കുട്ടി നേതാക്കളായിക്കോട്ടെ, എങ്ങനെ ഇവരെ മാനേജ് ചെയ്തിട്ടുണ്ടാവും? അപ്പോ ഈ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണരീതി എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉണ്ടായ ഒരു സംഭവം അല്ല. ഇനി ഈ പിരമിഡിന്റെ തന്നെ ഇതൊക്കെ കുറച്ച്, ഇപ്പൊ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു AI ജനറേറ്റഡ് ഇമേജ് ആണ്. ബാക്കി രണ്ടും കുറച്ച് ഡ്രോയിങ്സ് ആണ്. ഒന്ന് ആലോചിക്കുക, ഇങ്ങനെ ആവാം, ഇതൊന്നും ഉറപ്പുള്ളതല്ല. ഇതൊക്കെ ഇറ്റ്സ് ഓൾ ഇമാജിനേഷൻസ്. ബട്ട് നമ്മളുടെ സിവിൽ എഞ്ചിനീയേഴ്സും ആർക്കിടെക്ട്സും അവരുടെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇവർക്ക് ഈ ഒരു ബ്ലോക്ക് മുകളിൽ എത്തിക്കാൻ പറ്റുള്ളൂ എന്നുണ്ട്, അല്ലെ? അപ്പൊ നിങ്ങൾ ഈ ഇമേജസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ എല്ലാം കുറെ നേതാക്കന്മാരുണ്ടാവും. ജനങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ പണിക്കാരെ ലീഡ് ചെയ്യുന്ന കുറെ വ്യക്തികളുണ്ടാവും. ഇവർക്കെല്ലാവർക്കും വളരെ ചിട്ടയായ രീതികളുണ്ടാവും. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പിരമിഡ് ഈ പറയുന്ന വർഷങ്ങൾക്ക് മുന്നേ ഒരു ക്രെയിനോ ഒരു ബസ്സോ ഒരു കാറോ ഒന്നും യാതൊരുവിധ ടെക്നോളജിയും ഇല്ലാണ്ട് മനുഷ്യനും മൃഗങ്ങളും മേ ബി ആനയാവാം, ഒട്ടകമാവാം, അല്ലെ? മാത്രമാണ് ഇത്രയും കൺസ്ട്രക്ട് ചെയ്തത്. സോ ഒന്ന് ഇമാജിൻ ചെയ്യുക ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് പിരമിഡ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഇന്നോ ഉണ്ടായതല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം കാണിച്ചതാണ് ഈജിപ്തിനെ, കേട്ടോ. ഇതുപോലെ വേറൊരാളുണ്ട്,
ഇതൊക്കെ അവരുടെ കുറച്ച് ഇമാജിനറി ആണ്. ഇങ്ങനെ ആവാം. ഇത് എനിക്ക് കണ്ടപ്പോൾ ശരിക്കും ഇത് ബാഹുബലിയുടെ സിനിമ സെറ്റ് പോലെ തോന്നിയത്. പക്ഷെ എന്നാലും ഇതൊരു ഈജിപ്തിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ ഒരു 3D മോഡലില് കാണിച്ചേക്കുന്നതാണ്. നോക്കാം. അടുത്തൊരാളാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇതും നിങ്ങൾക്ക് ഒട്ടും എന്താ പുതിയൊരു അറിവല്ല. ഇൻഡസ് വാലി സിവിലൈസേഷൻ നമുക്കറിയാം. ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് എ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. നോർത്ത് വെസ്റ്റേൺ റീജിയൻ ഓഫ് സൗത്ത് ഏഷ്യയിൽ 3300 BC അല്ല 3300 to 1300 BC കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു ടൗൺ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ദ പർട്ടിക്കുലർ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇതും യാതൊരുവിധ ടെക്നോളജികളോ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ വലിയൊരു സിറ്റി തന്നെ നിർമ്മിക്കപ്പെടാൻ അല്ലെങ്കിൽ നിർമ്മിക്കാൻ അന്നത്തെ ഭരണാധികാരികൾക്ക് സാധിച്ചു. അല്ല, ഈ പിക്ചർ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ചുടുകട്ടയൊക്കെ വളരെ എല്ലാം ഒരേ ഷേപ്പിൽ ഇരിക്കുന്ന ബ്രിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് അത്രമാത്രം വളരെ നന്നായി ടെക്നോളജിക്കലി അവര് ഡെവലപ്പ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, യാ യാ പൊന്നൂസ് പറയും ഒരു കല്ല് തന്നെ 3 ടൺ ഉണ്ട് അല്ലേ? വെരി ഗുഡ്. പൊന്നൂസ് വായിച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഈജിപ്തിന്റെ കാര്യത്തിൽ. ഗ്രേറ്റ്. ഓക്കെ, ശരി, ശരിയാ, എനിക്കും തോന്നി ഏൻഷ്യൻ സിവിലൈസേഷൻസ്. സഞ്ചാരം ചാനലല്ലേ കേട്ടോ. ഓക്കെ, ദിസ് ഇസ് ജസ്റ്റ് ടു ഗിവ് യു ആൻ ഐഡിയ അബൌട്ട് എത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിന്റെ റിയൽ ഫേസിലോട്ട് പോകാം. എന്താണ് അഡ്മിനിസ്ട്രേഷൻ? Administration is basically concerned with the formulation of objectives, plans, and policies. Good administration in place will ensure success of an enterprise. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഭരണ സംവിധാനം, ഭരണരീതി. ബേസിക്കലി പോളിസീസ്, പ്ലാൻ, പോളിസീസ്, ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെ രൂപം അല്ലെങ്കിൽ എന്താ പറയുക ഒരു രൂപം കൊടുക്കുക. ഓക്കെ, മാളു ഇപ്പൊ ഓക്കെ ആണോ? യാ, സോ ഇതിനൊക്കെ ഒരു ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന് മുന്നേ നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ പറഞ്ഞു പോകാം. അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ഡെഫിനിഷൻ മാത്രം പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു റിയൽ കൺസെപ്റ്റ് നമ്മുടെ തലയിലോട്ട് കയറത്തില്ല. അപ്പൊ നോക്കാം. ഇമാജിൻ ഒരു സ്കൂൾ പ്രിൻസിപ്പൽ, റൈറ്റ്, ഹു സെറ്റ്സ് ദ സ്കൂൾസ് ഗോൾസ്. ഒരു സ്കൂൾ പ്രിൻസിപ്പളിന്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അതായത് സ്റ്റുഡന്റിന്റെ ഡിസിപ്ലിൻ അദ്ദേഹത്തിന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒന്നോ രണ്ടോ സ്റ്റുഡൻസ് അല്ല, 1000-ഓ 2000-ഓ സ്റ്റുഡൻസ് ഉണ്ടാവാം അല്ലെ? അതുപോലെ അവരുടെ അക്കാഡമിക് റിസൾട്ട്സിൽ അദ്ദേഹത്തിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. യൂണിഫോമിന്റെ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യണം, എക്സാമിനേഷൻസിന്റെ പോളിസി ഫോർമുലേറ്റ് ചെയ്യണം, അറ്റൻഡൻസ് റെക്കോർഡ് എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളതിന്റെ നിബന്ധനകളോ ചട്ടങ്ങള് നിയമവശങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ? പിന്നെ സ്കൂളിന്റെ ഇവന്റ്സ് ലൈക്ക് ആനുവൽ ഡേ, PTA മീറ്റിംഗ്സ്, അസൈൻ ഡ്യൂട്ടീസ് ടു ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ്. ടീച്ചേഴ്സിന് ഡ്യൂട്ടി അസൈൻ ചെയ്യണം, സ്റ്റാഫിന് ഡ്യൂട്ടി അസൈൻ ചെയ്യണം, ക്ലാസ് എടുക്കണം. ഇത് മാത്രമല്ല, ഒരു സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ക്ലാസ് റൂം ഇല്ല, ഒരു ടീച്ചറിന്റെ അപ്പോയിന്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ എന്താ പറയാ, വളരെ ഭംഗിയായി നയിക്കാൻ അല്ലെങ്കിൽ നയിക്കുക എന്നുള്ളതാണ് ഒരു പ്രിൻസിപ്പളിന്റെ വളരെ പരമപ്രധാനമായ ജോലി അല്ലെ? ഇത് തന്നെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ജോലി ചെയ്യാൻ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ അതെല്ലാം എവറിത്തിങ് വിൽ കം അണ്ടർ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഈ ഒരു പിക്ചർ എന്താണെന്ന് പറയാവോ? ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരുന്നു എന്നൊന്ന് പറയാമോ? ഒരു ഫ്ലഡ് റിലീഫ് ക്യാമ്പാണ്. പെട്ടെന്ന് ഇത് കണ്ടാൽ മലയാളി അല്ലെങ്കിൽ ഒരു കേരളൈറ്റ് എന്നുള്ള രീതിയിൽ 2008 2018 ഓക്കെ, വെള്ളപ്പൊക്കം. അതെ, നമ്മള് ശരിക്കും പറഞ്ഞാൽ ആ ഒരു 2018 മൂവി കണ്ടപ്പോൾ അതിനുശേഷമാണ് ശരിക്കും ഓവറോൾ നമ്മൾ ആ ഒരു ഭീകരത ശരിക്കും മനസ്സിലാക്കുന്നത് അല്ലെ? ഫ്ലഡില് നിങ്ങളിൽ പലരും അല്ലെങ്കിൽ നമ്മളിൽ പലരും അതിന്റെ വിക്ടിംസ് ആയിരിക്കാം. ശരിയാണ്, സെലേനോ പറഞ്ഞു, വിക്ടിംസ് ആയിരിക്കാം. നമ്മൾ എന്തൊക്കെ സഫർ ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാം, വളരെ ഭംഗിയായിട്ട് അറിയാം അല്ലെ? ആ മൂവി കണ്ടപ്പോൾ ശരിക്കും നമുക്ക് അതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലായി. ഇനി നിങ്ങൾ പറ, നിങ്ങളാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് എന്ന് വിചാരിക്കൂ. നമ്മൾ അങ്ങനെ വിചാരിച്ചേ പറ്റൂ. വി ഓൾ നീഡ് ടു ഇമാജിൻ ലൈക്ക് വി ആർ എസ് എ. ഓക്കെ, എന്തായിരിക്കും ഒരു ഒരു ഗവൺമെന്റ്
ഈ ഒരു ഫ്ലഡ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു റിലീഫ് ക്യാമ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഞാനിവിടെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഓഫീസേഴ്സ്, പോലീസ് ആൻഡ് വോളണ്ടിയേഴ്സ്. ഓക്കെ, ഇവരെന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടത് എന്നൊന്ന് കമന്റ് ചെയ്യാവോ? ഓക്കെ. ഒന്ന്, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കോർഡിനേഷൻ കറക്റ്റ് ആണ്. അവയർനെസ് കൊടുക്കണം, കറക്റ്റ് ആണ്. മെഡിസിൻസ് അറേഞ്ച് ചെയ്യണം, ശരിയാണ്. ബേസിക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, ആ വളരെ കറക്റ്റ്. റെസ്ക്യൂ വർക്ക് കറക്റ്റ്. ഷെൽട്ടർ, ഫുഡ്, ഓക്കെ. ബേസിക് നീഡ്സ് നമുക്ക് ആദ്യം ഉറപ്പാക്കണം. ഓക്കെ. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഗ്രേറ്റ്. ദെൻ പക്ഷെ നമ്മൾ കോർഡിനേഷൻ, ബേസിക് നീഡ്സ്, മെന്റൽ നീഡ്സ്, ഓക്കെ, മെന്റൽ സപ്പോർട്ട്സ് അവർക്ക് ഉറപ്പുവരുത്തണം, ശരിയാണ്. അവരെ നമ്മൾ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം, അല്ലെ? പിന്നെ സാനിറ്റൈസേഷൻ ഉറപ്പുവരുത്തണം. ഡ്യൂട്ടി, ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ്, ഓക്കെ, അത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഫിനാൻഷ്യൽ, അല്ലെ? ശരി. ഡിസാസ്റ്റർ, കറക്റ്റ് റെക്കോർഡിംഗ്, കറക്റ്റ് ഡിസിഷൻ മേക്കിംഗ്, മാനേജ്മെന്റ് ബൈ മേഘ, ഓക്കെ, ഫൈൻ. അപ്പോൾ ഒരു കാര്യം, എല്ലാ ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ആ പറഞ്ഞതിൽ നിന്ന് ഞാൻ തുടങ്ങാം. അതാരാ പറഞ്ഞ? എലോൺ ബോയ്. ഓക്കെ, എലോൺ ബോയ് പറഞ്ഞത്. ഓക്കെ, എലോൺ ബോയ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എല്ലാ ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ വേണം. ഈ കോർഡിനേഷൻ ചെയ്യുന്ന ആളാണ് നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേധാവി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഭരണാധികാരിയാണ്, അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിനെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. അപ്പൊ പുള്ളിക്കാരൻ കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഒന്നോ രണ്ടോ ആൾക്കാരെ മാത്രമല്ല, ഒരുപറ്റം ഡിപ്പാർട്ട്മെന്റ്സ്, ഒരുപറ്റം ഓഫീസേഴ്സ്, അല്ലെ? ഹെൽത്ത് ഉണ്ട്, റവന്യൂ ഉണ്ട്, പോലീസ് ഉണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട്, ഫുഡിന്റെ, ഐ മീൻ, അതാത് സെക്ഷൻസിനുള്ള എല്ലാ ആൾക്കാരെയും, ഇൻക്ലൂഡിങ് ഫയർഫോഴ്സ് എങ്കിൽ ഫയർഫോഴ്സ്, ഇവരെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ലെവൽസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഡ്യൂറിങ് അൺഎക്സ്പെക്ടഡ് ഹെവി റെയിൻസ് ഇൻ എ ടൗൺ, ദ ലോക്കൽ ഗവൺമെന്റ് ഡിസൈഡഡ് ടു ഓപ്പൺ എ ഫ്ലഡ് റിലീഫ് ക്യാമ്പ് അറ്റ് എ നിയർ ബൈ സ്കൂൾ. അപ്പോൾ ഒരു തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൽ ഒരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആദ്യം തന്നെ ഡിസ്ട്രിക്ട് കളക്ടർ ഇമ്മീഡിയറ്റ്ലി, ഇതൊരു അഡ്മിനിസ്ട്രേഷൻ ലെവൽ, അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടി പറയുന്നതേ ഉള്ളൂ. ഇമ്മീഡിയറ്റ്ലി കീ ഒഫീഷ്യൽസിനെ വിളിക്കണം, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ വിളിക്കുക, അല്ല, ഇൻസ്ട്രക്ട് ചെയ്യണം. എന്തിനാ? ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും മെഡിക്കൽ സപ്ലൈസ് കൊടുക്കാനും. പിന്നെ റവന്യൂ ഓഫീസേഴ്സുമായി ബന്ധപ്പെടണം. ഫുഡും വാട്ടർ സപ്ലൈയും യാതൊരുവിധ തടസ്സവും ഇല്ലാണ്ട് ഈ പറയുന്ന ജനങ്ങൾക്ക് കിട്ടാൻ. പോലീസിനെ എന്ത് ചെയ്യണം? നിയോഗിക്കണം. ദേ നീഡ് ടു ബി ഡിപ്ലോയിഡ് ഫോർ സേഫ്റ്റി ആൻഡ് ക്രൗഡ് കൺട്രോൾ. പിന്നെ വോളണ്ടിയേഴ്സ്, രജിസ്ട്രേഷൻ, ബെഡിങ്, ചൈൽഡ് കെയർ, ഇതിനെല്ലാം കളക്ടറാണ് ഈ പറയുന്ന എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും. കളക്ടറാണ് ഇതെല്ലാം നമ്മുടെ മുഖ്യമന്ത്രിക്കാണെങ്കിലും കൺസേൺഡ് മന്ത്രിമാർക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതും, അല്ലെ? സോ ലാസ്റ്റ് ലൈൻ ഒന്ന് നോക്കിക്കേ. അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് കോർഡിനേഷൻ, പ്ലാനിങ്, ഡെലിഗേഷൻ, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോവുക, കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുക, പ്ലാൻ ചെയ്യുക. ഡെലിഗേഷൻ മീൻസ് എന്ത് ചെയ്യുക? അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക. ഡെലിഗേറ്റിംഗ് അതോറിറ്റി എന്ന് നമ്മൾ പറയും. ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കുക, പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുക, എന്തിന്? പ്രോബ്ലംസ് സോൾവ് ചെയ്യും. അപ്പോൾ ഇത് ഈ പറയുന്നതെല്ലാം അഡ്മിനിസ്ട്രേഷന്റെ ചില ഡ്യൂട്ടികളാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ചിലപ്പോൾ PSC എക്സാമിനേഷന്റെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഈ പറയുന്ന പ്രസന്റേഷന്റെ അവസാനം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഞാൻ പറഞ്ഞു പോകാം, ചിലപ്പോൾ PSCയുടെ ചോദ്യം ആദ്യമായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ചോദ്യം ചിലപ്പോൾ ഭീകരമായ ചോദ്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല, പക്ഷെ വളരെ ബേസിക് ആയിരിക്കും. ഇതിൽ നമുക്ക് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ലാത്ത ഒരു പാർട്ടാണ് നമ്മുടെ ഈ 2 മൊഡ്യൂൾസ്. കാര്യം, നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ ഈ 2 മൊഡ്യൂൾസിനുള്ളിൽ നിന്നേ വരാനും സാധ്യതയുള്ളൂ. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള, അതായത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഇതിന്റെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിന്റെ ആൻസേഴ്സ് എഴുതാൻ പറ്റും. ഈ ചോദ്യം വായിക്കുക, ആ ചോദ്യത്തിൽ തന്നെ ചിലപ്പോൾ അതിന്റെ ഉത്തരം ഉണ്ടാവും എന്നുള്ളതാണ് വേറെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ചിലപ്പോൾ നാളെ ഒരു ക്വസ്റ്റ്യൻ വരാം, അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് കോർഡിനേഷൻ, പ്ലാനിങ്, ഡെലിഗേഷൻ, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. ചിലപ്പോൾ കോർഡിനേഷൻ മാറ്റിയിട്ട് അവര് വേറെ ഏതെങ്കിലും ഒരു പൂർണിമ ഫുൾ വാങ്ങണം. ഓക്കെ, ഫുൾ മാർക്സ് അല്ലേ? ഗ്രേറ്റ്. ഫുൾ മാർക്സ് ഉറപ്പായിട്ട് നമുക്ക് മേടിക്കാം.
സോ കോർഡിനേഷൻ മാറ്റിയിട്ട് അവർ വേറെ ഏതെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞൊരു വേർഡ് ഇടും. ഇതിൽ ഏതാവില്ല അഡ്മിനിസ്ട്രേഷന്റെ അല്ലെങ്കിൽ ഏതാവില്ല അഡ്മിനിസ്ട്രേഷന്റെ ഓപ്ഷൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈസിലി പറയാൻ പറ്റണം സ്റ്റാഫിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമല്ല എന്നുള്ളത് പറയാൻ പറ്റണം. മനസ്സിലായി? ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഈ ഒരു പ്രസന്റേഷൻ എൻഡിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്ലൈഡ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. നമ്മൾ നേരത്തെ കണ്ട ഉദാഹരണം തന്നെ എടുത്തു കഴിഞ്ഞാൽ തോന്നും പോലെ ഒരു കാര്യം ചെയ്തു പോകാൻ പറ്റില്ല. നമ്മുടെ ഏതൊരു കാര്യത്തിൽ ഒരു ഭരണ സംവിധാനത്തിൽ അതിന് കൃത്യമായ നിയമവശങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഒരു പോലീസ് ഓഫീസർ ആയാൽ പോലും അദ്ദേഹത്തിന് ഒരു വ്യക്തിയെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തല്ലാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഷൂട്ട് ചെയ്യാനോ ഈവൻ ഗണ്ണ് കയ്യിലുണ്ടായാൽ പോലും ഷൂട്ട് ചെയ്യാനോ ഉള്ള ഒരു അധികാരം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിനും ചില പ്രോട്ടോകോൾസ്, റൂൾസ് പാലിക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? അതുപോലെ തന്നെയാണ് അഡ്മിനിസ്ട്രേഷൻ. വളരെ ചിട്ടയായ സിസ്റ്റമാറ്റിക് ആയ കുറച്ച് പ്രോസസ്സ് ഉണ്ട് നമ്മളൊരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിന്. സോ അഡ്മിനിസ്ട്രേഷൻ ഇസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് മാനേജിങ് ദ ഓവറോൾ ഫങ്ഷൻസ് ഓഫ് ഏതൊക്കെ മേഖലകളിലാണ് അഡ്മിനിസ്ട്രേഷൻ ഉള്ളത്? ബിസിനസ് ഓർഗനൈസേഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഓഫീസസ് ആൻഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു NGO, അല്ലെ? ഇപ്പൊ യൂണിസെഫ് എന്ന് പറയുന്നത് ഒരു NGO ആണെന്ന് അറിയാം. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് NGOs ഉണ്ട്. ഇവിടെയൊക്കെ ഇവരൊന്നും ചിലപ്പോൾ പ്രോഫിറ്റ് മോട്ടീവായിട്ട് ആയിരിക്കത്തില്ല അവരൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. NGO ഒരിക്കലും ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല. പക്ഷെ അവിടെയും എന്ത് വേണം? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം ആവശ്യമാണ് എന്നുള്ളതാണ്. ഇനി മെയിൻ ഫങ്ഷൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒന്ന് പ്ലാൻസ് ഉണ്ടാക്കുക, പോളിസീസ് ഉണ്ടാക്കുക ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കുക. ഇനി ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്, അല്ലെ? എങ്ങനെ ചെയ്യണം? വാട്ട് ടു ഡു ഈസ് കോൾഡ് പ്ലാനിങ്. എങ്ങനെ ചെയ്യണം. ഇൻ പോളിസീസ് എന്ന് പറഞ്ഞാലോ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കൃത്യമായ ഒരു അജണ്ടയോ അല്ലെങ്കിൽ നിയമമോ രീതികളോ വേണം. ഇതിനെയാണ് നമ്മൾ പോളിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻസിന്റെ ഡ്യൂട്ടിയിൽ ഒന്ന് പ്ലാൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ട് ഈ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക. മൂന്ന് ഈ ചെയ്ത പോളിസീസ് ഉപയോഗിച്ച് ഈ പറയുന്ന പ്ലാൻ എങ്ങനെ നടപ്പിലാക്കും. ഇപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് 1 2 3 4 5 ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം അടുത്തത്. ഇതിനെയാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് എന്ന് പറയാം. ഓരോ കാര്യത്തിനും ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അല്ലെ? ഇപ്പൊ ഒരു വ്യക്തി മരണപ്പെട്ടു എന്നറിഞ്ഞാൽ നമുക്ക് അതിനൊരു രീതിയുണ്ട്. അപ്പൊ പോലീസ് ഓഫീസേഴ്സ് യൂസ് ചെയ്യുന്നത് എന്താ? പെട്ടെന്ന് ഓടി ചെന്ന് പുള്ളിനെ എടുത്ത് ആംബുലൻസിൽ ഇടുക എന്നുള്ളതല്ല. അവർക്ക് അതിന്റെ ഇൻക്വസ്റ്റ് നടത്തണം, അതിന്റെ എൻക്വയറീസ് നടത്തണം, അതിന്റെ റിപ്പോർട്ട്സ് കണ്ടക്ട് ചെയ്യണം, അത് ഏത് തരത്തിലുള്ള മരണമാണ് എന്നുള്ളത് തിരിച്ചറിയണം, അല്ലെ? അവർക്കും ഒരു പ്രത്യേകം രീതികൾ, പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഫോർമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക, നിർമ്മിക്കുക എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷന്റെ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. രണ്ടാമത്തതാണ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു സർക്കാർ സംവിധാനം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇവർക്കൊരു പ്രത്യേകമായ ലക്ഷ്യമുണ്ടാവും. കാര്യം ഏതൊരു സ്ഥാപനവും നടത്തുന്നത് ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്, അല്ലെ? ഈ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനമെടുക്കേണ്ടതും അഡ്മിനിസ്ട്രേഷൻ ടീമാണ്. പിന്നെ ഈ പറയുന്ന നിയമങ്ങളും ചട്ടങ്ങളും നടപ്പിലാക്കേണ്ടത്, എൻഫോഴ്സ് ചെയ്യേണ്ടതും നമ്മുടെ ഓക്കെ. ഇപ്പൊ ഓക്കെ ആണോ സച്ചിന? യെസ്, ഓക്കെ. അപ്പോൾ എൻഫോഴ്സ് ചെയ്യേണ്ടതും നടപ്പിലാക്കേണ്ടതും നമ്മുടെ ആര് തന്നെയാണ്? ദി അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇനി ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് ഞാൻ കുറെ നേരം കൊണ്ട് പറയുന്നുണ്ടല്ലോ. ഇവരാരാണ് ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് ചോദിച്ചാൽ ആരാണ്? ഒന്ന് ബിസിനസ് ലെവലിൽ നിന്ന് നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഷുഡ് ബി ആൻ ഓണേഴ്സ്. അതായത് ഒരു ബിസിനസിന്റെ CEO, ഫൗണ്ടേഴ്സ് അങ്ങനെയുള്ളവരാവാം. പിന്നെയുള്ളത് ബിസിനസ് പാർട്ട്ണർ ആവാം. അതായത് അതിലോട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാവാം. ദെൻ കംസ് ദി അതോറിറ്റീസ് റിസീവ് റിട്ടേൺസ് ഇൻ ഫോം ഓഫ് പ്രോഫിറ്റ് ഓർ ഡിവിഡൻഡ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. മനസ്സിലായി? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും എന്താവാം? അവർക്കും ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് വിളിക്കാം. ഇനി ഒരു സിവിൽ സർവീസ് ഓഫീസർ, ഹി ഈസ് ഓൾസോ എ ബിസിനസ്
സോറി, ഹി ഈസ് ഓൾസോ ആൻ അഡ്മിനിസ്ട്രേറ്റർ, റൈറ്റ്? സിഇഒ, എക്സാക്ട്ലി. നമ്മുടെ IAS-ന്റെ ഫുൾ ഫോം തന്നെ എന്താണ്? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ദാറ്റ് മീൻസ് വാട്ട്? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ ഒന്ന് മലയാളത്തിൽ ഒന്ന് പറഞ്ഞേ. എനിക്കറിയത്തില്ല കേട്ടോ. ക്യാൻ എനിവൺ ഹെൽപ്പ് മീ? ഒന്ന് മലയാളത്തിൽ കൺവേർട്ട് ചെയ്ത് എങ്ങനെ പറയും? എന്നാ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മലയാളത്തിൽ പറയും. കുഴപ്പമില്ല, ചാറ്റ് GPTയോട് ചോദിച്ചിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല. Or else you can ask Meta, whoever it is. Or else you just put a guess, ഒരു guess ഇട്ടേക്ക്. ഇന്ത്യൻ ഓക്കെ, ഭാരതം, ഇന്ത്യൻ ഭരണ സർവീസ്. ഓക്കെ, ഭരണ കേന്ദ്ര സംവിധാനം. ഓ മൈ ഗോഡ്, ആണോ? അങ്ങനെയാണോ ശ്രുതി? എനിക്ക് അറിയത്തില്ല കേട്ടോ. ഭാരതീയ ഭരണ സംവിധാനം. സംവിധാനവും സർവീസും സെയിം ആണോ? സേവനം. ഓക്കെ, ഇന്ത്യൻ ഭരണ സേവനം. ശരി. ഓക്കെ, അലോൺ ബോയ്, ഫൈൻ. ഭാരതീയ ഭരണ നിർവഹണ സേവനം. ഓ അയ്യോ, ഓക്കെ, ഇത്രയൊക്കെ ഉണ്ടല്ലേ? ഇത്രയൊക്കെ ഡെഫിനിഷൻസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇന്ത്യയിലെ പൊതുഭരണം. ശരി, സമ്മതിച്ചു. ഗ്രേറ്റ്. സോ അപ്പോ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ അവിടെയും ഉണ്ട് എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോ പുള്ളിക്കാരന്റെ അല്ലെങ്കിൽ ആസ് എ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങളും ഈ പറയുന്ന അതേ ഭരണ സംവിധാനത്തിന്റെ ഒരു നെടുന്തൂണായി മാറാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയണമല്ലോ എന്താണിത്, എന്താണ് ഈ സംഭവം എന്നുള്ളത്. അത്രേ ഉള്ളൂ. So administration lays the foundational framework within which the organization's management operates. ഇനി നമ്മൾ അടുത്ത വ്യക്തിയിലോട്ട് പോവാണ്, മാനേജ്മെന്റ് എന്ന് പറയുന്ന മേഖലയിലോട്ട് പോവാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ആണ് ഈ പറയുന്ന വര വരയ്ക്കുന്നത്. ഇപ്പൊ നമ്മളെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പറയും, ഞാനൊരു വര വരച്ചാൽ നീ അതിനപ്പുറം പോകാൻ പാടില്ലടാ എന്ന് പറയും അല്ലേ? ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു സംവിധാനം ആയിക്കോട്ടെ, അതിന്റെ വര വരയ്ക്കുന്ന ആൾക്കാർ അഡ്മിനിസ്ട്രേഷൻ ആണ്. ദേ ലേ ദ ഫൗണ്ടേഷൻസ്. അവരാണ് അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഇട്ട് വെക്കുന്നത്. ഇതിന്റെ മേൽ അല്ലെങ്കിൽ ഈ ഫൗണ്ടേഷൻ വെച്ചുകൊണ്ടാണ് മാനേജേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് കണക്റ്റഡ് ആണ് ആതിര. ഓക്കെ, ദേ ആർ വെരി വെരി കണക്റ്റഡ്. നമുക്ക് അതിന് പക്ഷേ ദേ ഡു ഹാവ് സം ഡിഫറൻസ്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, നമുക്കത് നോക്കാം. ഇനി നേച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ബ്യൂറോക്രറ്റിക് ഇൻ സ്ട്രക്ചർ. ഇത് പൊതുവെ എല്ലാ നോട്ട്സിലും അല്ലെങ്കിൽ എല്ലാ എക്സ്പ്ലനേഷൻസിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ബ്യൂറോക്രറ്റിക്. ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ എന്ത് പറയും നമുക്ക്? വാട്ട് ടു സേ ഇൻ മലയാളം? ബ്യൂറോക്രസി എന്ന് നമുക്ക് എന്ത് പറയാം? നിങ്ങൾ ഈ മലയാളം എന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ. ഉദ്യോഗസ്ഥ ഭരണം. യെസ്, ഉദ്യോഗസ്ഥ ഭരണം. ഓക്കെ, സോ നമ്മൾ ഈ IAS-നും സിവിൽ സർവീസ് ഓഫീസേഴ്സിനെ നമ്മൾ ബ്യൂറോക്രാറ്റ്സ് എന്നാ വിളിക്കാം അല്ലെ? സോ നേച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷനും എന്ത് തന്നെയാണ്? ഒരു ബ്യൂറോക്രറ്റിക് വേ ഓഫ് ഡൂയിങ് തിങ്സ് ആണ്. ഉദ്യോഗസ്ഥ വൃന്ദം, ഇതെവിടെ നിന്ന് കിട്ടിയാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഉദ്യോഗസ്ഥ മേധാവിത്വം, അതും കറക്റ്റ്. അപ്പോൾ ഇറ്റ്സ് എ ബ്രോഡർ ടേം എൻകംഫസൈസിങ്. സോ അഡ്മിനിസ്ട്രേഷന്റെ നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കി, പ്ലാൻ, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൈറ്റ്? ഇതുപോലെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുന്നതാണ് ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ വരും അതിൽ? ഫോർകാസ്റ്റിംഗ്, പ്ലാനിങ്, ഓർഗനൈസിങ്, SCRT ടെക്സ്റ്റ്, ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് അറ്റ് ദ ഹൈയസ്റ്റ് ലെവൽ. അപ്പോൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലേ ഉദ്യോഗസ്ഥ ബന്ധം. ശരി, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഒരു ദീർഘവീക്ഷണം. ഒരു അഡ്മിനിസ്ട്രേറ്റർ എപ്പോഴും ഒരു ദീർഘവീക്ഷണമുള്ള വ്യക്തി ആയിരിക്കണം എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ദീർഘവീക്ഷണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അതിലുണ്ട്. പ്ലാനിങ് പ്രോസസ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ചിട്ടയായിട്ട് ആര് എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക. അതിനെയാണ് നമ്മൾ ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് തീരുമാനങ്ങൾ എടുക്കുക അറ്റ് ദി ഹൈയസ്റ്റ് ലെവൽ. അതായത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എപ്പോഴും ടോപ്പ് മോസ്റ്റ് പീപ്പിൾ ആയിരിക്കും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലെ? സോ അഡ്മിനിസ്ട്രേഷൻ റെപ്രസെന്റ്സ് ദ ടോപ്പ് ലെയർ ഓഫ് ദ മാനേജ്മെന്റ് ഹൈറാർക്കി ഇൻ എ ഓർഗനൈസേഷൻ.